നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ആർക്കായിരിക്കും? നാളെ അറിയാം. യെസ്, ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കുന്നത് നാളെയാണ്. ഖത്തറിൽ വെച്ച്, ദോഹയിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം. യെസ്, അത് തന്നെ. ഇൻ്റർ കോണ്ടിനൽ കപ്പിൻ്റെ ഫൈനൽ മത്സരം നാളെ ഖത്തറിൽ ദോഹയിലുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ്, അതിന് തൊട്ട് മുമ്പായിട്ടാണ് ദി ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഒഫീഷ്യലി ഫിഫ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫിഫയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു, ദി വിന്നേഴ്സ് ഓഫ് ദി ഫിഫ ബെസ്റ്റ് ഫുട്ബോൾ അവാർഡ്സ് 2025 വിൽ ബി റിവീൽഡ് അറ്റ് എ സ്പെഷ്യൽ ഈവൻറ്റ് ഇൻ ദോഹ, ഖത്തർ, ദാറ്റ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ലൈവ് ഓൺ fifa.com ഓൺ Tuesday 16th November 2025 ഫ്രം 8 PM ലോക്കൽ ടൈം. യെസ്, അപ്പോൾ ലൈവ് ഇവിടെ കാണാമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. fifa.com നമുക്കത് കാണാൻ പറ്റും. വെബ്സൈറ്റിലൂടെ കാണാം. സ്വാഭാവികമായിട്ടും ഫിഫ പ്ലസിൽ നമുക്കത് കിട്ടും. ഏതായാലും പരിപാടി നാളെ ഖത്തർ സമയം, ദോഹയിലെ ടൈം 8 മണിക്കാണ്. അപ്പോൾ ഇന്ത്യൻ സമയം രാത്രി 10:30 പ്രോഗ്രാം ആരംഭിക്കും. ആർക്ക് ലഭിക്കും ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം എന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഫിഫ ബെസ്റ്റ് ചടങ്ങിൽ വെച്ച് വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ദി ബെസ്റ്റ് ഫിഫ വിമൻസ് പ്ലെയർ, ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ, ദി ബെസ്റ്റ് ഫിഫ വിമൻസ് കോച്ച്, ദി ബെസ്റ്റ് ഫിഫ മെൻസ് കോച്ച്, ദി ബെസ്റ്റ് ഫിഫ വിമൻസ് ഗോൾ കീപ്പർ, ദി ബെസ്റ്റ് ഫിഫ മെൻസ് ഗോൾ കീപ്പർ, ഇതെല്ലാം കൊടുക്കും. കൂടാതെ പുസ്കാസ് അവാർഡ് പ്രഖ്യാപനമുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ബെസ്റ്റ് ഫാൻ അവാർഡ് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഫിഫ വിമൻസ് 11 ഫിഫ മെൻസ് 11, ദി ബെസ്റ്റ് ഫിഫ മെൻസ് 11 നാളെ പ്രഖ്യാപിക്കും. അപ്പോൾ ആരാധകരെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഇത്തവണ ആരൊക്കെയാണ് ഫിഫ ബെസ്റ്റിനുള്ള മെൻസ് പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നോക്കാം. അതിലുള്ളത് കിലിയൻ എംബാപ്പെ ഉണ്ട്, പിന്നെ ഒസ്മാൻ ഡംബലെ, അഷ്റഫ് ഹക്കീമി, ഹാരി കെയ്ന്, അതുപോലെ തന്നെ കോൾ പാൽമർ, ന്യൂനോ മെൻഡസ്, പെഡ്രി, റാഫീഞ്ഞ, സല, വിറ്റീഞ്ഞ, യമാൽ എന്നിവരാണുള്ളത്. ആർക്ക് ലഭിക്കും എന്നുള്ളത് നാളെ രാത്രി 10:30 നമുക്കറിയാൻ പറ്റും. ബാലൻഡിയോർ പോലെയല്ല, ഫിഫ ബെസ്റ്റിന് ആരാധകരുടെ വോട്ട് കൂടി പരിഗണിക്കും. അപ്പോൾ ആരാധകരുടെ വോട്ട് കൂടി ഉൾപ്പെടുന്ന ഒരു പുരസ്കാരമായതുകൊണ്ട് തന്നെ ഓരോ ഫുട്ബോൾ പ്രേമിയും വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.